വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത്. ഫർസാനയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് മറ്റു കൊലപാതകങ്ങൾ നടത്തിയ കാര്യം പറഞ്ഞു. എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാന ചോദിച്ചപ്പോൾ ഫർസാനയെ ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തിയെന്നാണ് അഫാന്റെ മൊഴി. കടബാധ്യതയ്ക്ക് കാരണം അമ്മയാണെന്ന് നിരന്തരം കുറ്റപ്പെടുത്തിയതാണ് മുത്തശ്ശി സൽമ ബീവിയോട് വൈരാഗ്യം തോന്നാൻ കാരണം. ലത്തീഫിന്റെ ഭാര്യയെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത്. അതിനിടെ അഫാന്റെ പിതാവ് നാട്ടിലെത്തി അഫാന്റെ അമ്മ ഷെമിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ഷിജോ കുര്യനും ഗോപാൽ ഷീലാസനും ചേരും. ആദ്യം ഷിജോയിലേക്ക്. ഷിജോ, ഇന്നലെ വളരെ നിർണായകമായ ദിനം എന്ന് നമ്മൾ കാത്തിരുന്നെങ്കിൽ പോലും ഇന്നലെ മൊഴിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഷമിയുടെ മൊഴിയാണല്ലോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. കാരണം എന്തിനിത് ചെയ്തു എന്നൊരു നിഗമനത്തിലേക്ക് പോലീസിന് ഇതുവരെ എത്താൻ സാധിക്കാത്തതും ആ മൊഴി ലഭിക്കാത്തതുകൊണ്ടാണ്. ഇന്ന് രേഖപ്പെടുത്താനുള്ള സാധ്യത, അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്? ഒപ്പം തന്നെ പിതാവ് നാട്ടിലെത്തിയല്ലോ, ആശുപത്രിയിൽ നേരത്തെ എത്തിയിരുന്നു എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടു. മറ്റ് വിശദാംശം ധനിയ, ഇന്നത്തെ ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം പോലീസിനെ സംബന്ധിച്ചുകൊണ്ട് ഈ കേസിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിന്റെ മൊഴിയെടുക്കുക എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഈ പ്രതിയുടെ പ്രാഥമികമായിട്ടുള്ള മൊഴിയെടുപ്പ് മാത്രമാണ് പൂർത്തിയായത്. ഇന്നലെ പാങ്ങോട് കേസിലെ അറസ്റ്റിൽ രേഖപ്പെടുത്തുകയും പിന്നീട് പാങ്ങോട് പോലീസ് പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനും അപ്പുറത്തേക്ക് ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 5ാം നാളാണ് ഷെമി തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വകാര്യ ആശുപത്രിയിലെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് അവിടെ വന്ന് മെഡിക്കൽ റെക്കോർഡ്സുകൾ പരിശോധിക്കുകയും ഷെമിയുടെ മൊഴിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലും അതുപോലെ തന്നെ വെഞ്ഞാറമൂട് SHO അനൂപും ആശുപത്രിയിലെത്തുകയും ഷെമിയുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് സംസാരിക്കുന്നതിനകത്ത് ചില ബുദ്ധിമുട്ടുകളുണ്ട്, പറയുന്ന കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട്. അതുകൊണ്ടാണ് ഈ മൊഴിയെടുപ്പ് നീണ്ടുപോകുന്നത്. ഇന്നലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് ഷെമിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ്. കാരണം ഇത് ഇങ്ങനെ അനന്തമായിട്ട് നീട്ടിക്കൊണ്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കാരണം എത്രയും പെട്ടെന്ന് ഈ കേസിന്റെ പൂർണ്ണമായിട്ടുള്ള ദുരൂഹത മറന്നീക്കി പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഷെമിയുടെ മൊഴിയാണ് അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകം. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഷെമിയുടെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുമെന്നുള്ള കാര്യമാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാഹചര്യത്തിൽ ഇപ്പൊ കടബാധ്യതയുമായി സാമ്പത്തിക പ്രശ്നമാണല്ലോ പ്രധാനമായിട്ട് ഈ കൊലകൾക്കൊക്കെ കാരണമെന്ന് പ്രതി ഇപ്പോൾ പറയുന്നത്. അപ്പം ഈ പിതാവിന്റെ മൊഴിയും ഇതിനൊപ്പം തന്നെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതെപ്പോഴായിരിക്കും? ഇപ്പം അദ്ദേഹം ഇത്ര വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് എത്തുന്നു, മാനസികാവസ്ഥയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. നാട്ടിലെത്തുമ്പോൾ ഒറ്റവരായിട്ടുള്ള ഒരു മനുഷ്യൻ പോലും അവിടെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ സമയമെടുക്കും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയാകുമോ പോലീസ് ആ നടപടികളിലേക്ക് കടക്കുക? ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രയും വേഗം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് അവരുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് അബ്ദുൾ റഹീമിന്റെ പ്രവാസ ജീവിതത്തിലുള്ള പെട്ടെന്നുള്ള മടക്കത്തിനും ഇപ്പോൾ പോലീസ് തന്നെ ഇടപെട്ടുകൊണ്ട് റഹീം MPയും അതുപോലെ DK മുരളി MLAയും ഒക്കെ ഇടപെട്ടത്. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള എല്ലാ ദുരൂഹതകളും എത്രയും വേഗം നീക്കുക എന്നുള്ളതാണ്. 7 വർഷത്തിന് ശേഷമാണ് അബ്ദുൾ റഹീം നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അദ്ദേഹം നാട്ടിലേക്ക് വന്നിട്ട് തന്നെ ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള ചില അയൽവാസികളാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് വിമാനത്താവളത്തിലുണ്ടായിരുന്നത്. അത്യന്തം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്, നെഞ്ചുനീറിയാണ് അദ്ദേഹം ദോഹയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ഷെമിയെ കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടതിന് ശേഷം അദ്ദേഹവും കുടുംബക്കാരുമൊക്കെ സംസാരിച്ചതിന് ശേഷം ഇന്ന് തന്നെ ഈ പറയുന്ന അബ്ദുൾ റഹീമിൽ നിന്നും ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ദൂരീകരിക്കണം. അതുകൊണ്ട് എത്രയും വേഗം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ള ഈ രീതിയിലുള്ള ഒരു സംസാരം അബ്ദുൾ റഹീമുമായിട്ട് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ കുടുംബത്തിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, കുടുംബക്കാരെങ്കിലും ഈ രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഉണ്ടായത്, ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ചോദിച്ചറിയേണ്ടതായുണ്ട്. ഒരുപക്ഷേ അബ്ദുൾ റഹീം ഷെമീനെ എന്തായാലും കണ്ടിട്ടുണ്ട്. അതിന് പിന്നാലെ കുടുംബക്കാരുമായി സംസാരിച്ചതിന് ശേഷം പോലീസ് അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രതിയുടെ മൊഴിയാണ്. പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ അറസ്റ്റ് ചെയ്ത കേസിൽ പ്രതി ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. അതിനകത്ത് പ്രതി നൽകിയ ചില മൊഴികളുണ്ട്. ആ മൊഴിയിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുന്ന കൂട്ടക്കൊലപാതകം നടത്തിയതിനു ശേഷം, അതായത് ഫർസാനെ കൊല്ലുന്നതിന് മുമ്പ് നടത്തിയ 3 കൊലപാതകങ്ങൾ, ആ 3 കൊലപാതകങ്ങളുടെയും കാര്യങ്ങൾ പ്രതിയെ സംബന്ധിച്ചുകൊണ്ട് 4 കൊലപാതകങ്ങൾ നടത്തി എന്നുള്ള കാര്യമാണ് പ്രതി ഫർസാനോട് പറയുന്നത്. അതായത് ആദ്യം അമ്മയെ കൊലപ്പെടുത്തുന്നു, തൊട്ടു പിന്നാലെ മുത്തശ്ശിയെ കൊലപ്പെടുത്തുന്നു, അതിനുശേഷം ലത്തീഫിന്റെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. അതിന് പിന്നാലെയാണ് ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ അവിടെ ഇരുത്തിക്കൊണ്ട് ഫർസാനയോട് പറയുന്നുണ്ട്,
ഞാൻ 4 പേരെ കൊലപ്പെടുത്തി. അപ്പോൾ ഈ പറയുന്നത് ഈ കൂട്ടക്കൊലപാതകം ചെയ്ത കാര്യം ഫർസാനയോട് പറയുകയാണ്. അപ്പോൾ ഫർസാനയുടെ മറുപടി ഇനി നമ്മൾ എങ്ങനെ ജീവിക്കുമെന്നുള്ളതാണ്. ആ മറുപടിക്ക് ഉത്തരം നൽകുന്നതിന് പകരം ചുറ്റിക കൊണ്ട് ഫർസാനയെ അതിക്രൂരമായിട്ട് അടിച്ചു കൊലപ്പെടുത്തുകയാണ് ഈ പ്രതി അഫാൻ ചെയ്തത്. ഇക്കാര്യം പ്രതി ഇന്നലെ പാങ്ങോട് പോലീസ് നൽകിയ മൊഴിയാണ്. അപ്പോൾ ഈ കൂട്ടക്കൊലപാതകം നടത്തിയ കാര്യം ഫർസാനയെ കൊല്ലുന്നതിന് മുൻപ് ഫർസാനയോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രതി പോലീസിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഫർസാന ചോദിച്ച ചോദ്യം ഇതാണ്, ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. അതിനും അപ്പുറത്തേക്ക് പ്രതി പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ മുത്തശ്ശിയോട്, അതായത് വാപ്പുമ്മ സൽമാ ബീവിയോട് തനിക്ക് ദേഷ്യവും വൈരാഗ്യവും ഉണ്ടാകാനുള്ള കാരണം ഈ കുടുംബത്തിന്റെ സാമ്പത്തിക പ്രയാസങ്ങളിൽ ഏറ്റവും അധികം കുറ്റപ്പെടുത്തിയത് ഷെമീനയാണ്. അപ്പോൾ ഈ സൽമാ ബീവി ഷെമീനെ നിരന്തരം കുറ്റപ്പെടുത്തുമായിരുന്നു. ഈ സാമ്പത്തിക പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഷെമീനയാണെന്ന തരത്തിൽ ഈ വാപ്പുമ്മ സംസാരിച്ചിരുന്നു. അതിന് തനിക്ക് വാപ്പുമ്മയുടെ ദേഷ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവരെ കൊലപ്പെടുത്തിയതെന്ന് പ്രതി പറയുന്നുണ്ട്. അതായത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ട് തോന്നിക്കുന്ന തരത്തിലുള്ള മൊഴി വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും ആ പെൺകുട്ടിയെ കൊന്നു എന്നൊക്കെയുള്ള കാര്യം വളരെ നിസ്സാരമായിട്ടുള്ള ചില കാരണങ്ങൾക്കാണ് ഈ ആളുകളെയെല്ലാം കൊന്നിട്ടുള്ളത് എന്നത് ഇതിന്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക്, നേരത്തെ ഷിജോ പറഞ്ഞതുപോലെ അതിന്റെ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുക എന്നുള്ളത് എത്രയും പെട്ടെന്ന് വേണം. കാരണം മാനസികമായും ശാരീരികമായും ഈ പ്രതിക്ക് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോഴും എങ്ങനെ ഇത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു അത്ഭുതവും ഒരു ആശങ്കയും ഒക്കെയാണ് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുക.